എന്നിട്ട് എന്താ മണം എന്താ ആക്കുന്നതെന്ന് വെച്ചിട്ട് കിട്ടില്ല മണം കേട്ടോ. അടി ഒന്നെടുത്ത് ഇതാ കഴിക്കട്ടെ. മൂത്ത് നിൽക്കുക കേട്ടോ, കഴിക്കട്ടെ. ഹായ്, ഞാൻ ഷമീം. ഇന്നത്തെ റെസിപ്പി പിന്നെ ഒരു സ്പെഷ്യൽ റെസിപ്പി തന്നെയാണ്, അടിപൊളി റെസിപ്പിയാണ്. ഇത് ട്രയൽ ചെയ്തിട്ടുള്ള സക്സസ് ഇതിലേക്കുള്ള എന്താ പറയുക ആയിട്ട് വന്ന ഒരു സാധനം നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരുന്നതാണ്. അപ്പോൾ എൻ്റെ സൈഡിൽ ഇങ്ങനെ നിങ്ങൾക്ക് കുറേ സാധനങ്ങൾ കാണാം. ആ സാധനം എല്ലാ സാധനമല്ല, അതിൽ നിന്ന് 1-2 സാധനങ്ങൾ എടുത്തിട്ട് ഉണ്ടാക്കുന്ന സാധനമാണ്. നിങ്ങൾ തംബ്നെയിൽ കണ്ട പോലെ തന്നെ ഫ്രൈഡ് ബിരിയാണി, കുറേ പേരുടെ റിക്വസ്റ്റ് പ്രകാരം ഉണ്ടാക്കുന്ന ഒരു ബിരിയാണിയാണ്. അപ്പോൾ പല ബിരിയാണികളും പല ആളും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഫ്രൈഡ് ബിരിയാണി എങ്ങനെയാണ്, ഏത് മസാലയിലാണ് ചെയ്യുന്നത്, ആ മസാലയുടെ പ്രത്യേകതയാണ് ആ ഫ്രൈഡ് ബിരിയാണിയുടെ സക്സസ്. അപ്പോൾ അതിൽ ചെയ്യാൻ പോകുന്ന സാധനങ്ങൾ ഞാൻ കാണിച്ചത്. ഇത് എനിക്ക് ഈ സംഭവങ്ങൾ എനിക്ക് പിന്നെ കോഴിക്കോടുള്ള കുറേ പിന്നെ ഹോം മെയ്ഡ് എന്നുവെച്ചാൽ അവിടുത്തെ സ്ത്രീകളൊക്കെ കൂടിയിട്ട് ഉണ്ടാക്കുന്ന മസാലകളാണ്. അവരെനിക്ക് അയച്ചു തന്നെയാണ്. അങ്ങനെ ട്രയൽ ചെയ്തിട്ട് സക്സസ് ആയ സാധനമാണ് എംസാത്തി. ആ എംസാത്തിൻ്റെ പ്രത്യേകത എന്ന് തന്നെ പറയുന്നത് അവർ കുറേ റിസർച്ച് ചെയ്ത് കുറേ ട്രയൽ അടിച്ച് സംഭവം സക്സസ് ആയി കൊണ്ടുവന്ന സാധനം ഇപ്പം ഒട്ടുമിക്ക കേരളം അതല്ലാതെ മറ്റുള്ള എല്ലാ സ്ഥലത്തേക്കും ഇത് ഇവർ അയച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ എനിക്ക് അവരുടെ പ്രൊഡക്ട്സ് അയച്ചു തന്നതിൽ എന്നോട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ സക്സസ് ആയപ്പം പിന്നെ നമുക്ക് എന്നാൽ നിങ്ങൾക്കും കൂടെ എത്തിക്കാമെന്നുള്ള പ്ലാനിലായി. അങ്ങനെ ഇവരുടെ കുറേ പ്രത്യേകതകളുണ്ട്. വെച്ചാൽ ബിരിയാണി മസാല ഉണ്ട്, സാമ്പാർ പൗഡർ, പിന്നെ ഫിഷിൻ്റെ മാസ് ഉണ്ട്, ഡ്രൈഡ് ഫിഷിൻ്റെ മാസ് ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ ഇവരുടെ ഒരു പിന്നെ മുത്താറി രാഗിയുണ്ട്. ഇത് എൻ്റെ ഉമ്മ പൊതുവേ മുത്താറിനെ കൊണ്ട് ഒരു പായസം ഉണ്ടാക്കാറുണ്ട്. അത് ഞാൻ പറ്റുവാണെങ്കിൽ വേറെ എപ്പിസോഡിൽ എപ്പോഴെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കാം. പിന്നെ ഉള്ളത് മാജിക് മസാല. ഇതാണ് ഇവരുടെ എനിക്ക് ഒരു നമ്പർ ഓഫ് ഒരു ഹിറ്റായി തോന്നിയത്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ വീടുകളിലേക്കോ അല്ല ഗൾഫിലേക്കോ അല്ല എവിടെ ആയാലും ഈ മസാല നമുക്ക് ഫിഷിലും മട്ടണിലും അതുപോലെ തന്നെ ചിക്കനിലൊക്കെ ഒരേ പാക്കറ്റിൽ തന്നെ ഉപയോഗിക്കാൻ പറ്റുന്നൊരു സാധനം. അപ്പോൾ നമുക്ക് ക്യാരി ചെയ്യാനും കൈമ കരുതാനും അതല്ല പെട്ടെന്ന് ഫിഷിൻ്റെ മസാല ഇല്ല അല്ലെങ്കിൽ ചിക്കൻ്റെ മസാല ഇല്ല എന്ന് പറഞ്ഞിട്ട് ഷോപ്പിലേക്ക് അയക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു പാക്കറ്റിൽ തന്നെ നമുക്കെല്ലാം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സാധനം. പിന്നെ അതുപോലെ തന്നെ ഹണിൻ്റെതും ഇങ്ങനെയുള്ള കുറേ സാധനങ്ങളൊക്കെ അയച്ചിട്ടുണ്ട്. എന്തായാലും ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഫ്രൈഡ് ചിക്കൻ ചെയ്യാൻ പോകുന്നത് ഒന്ന് നമ്മുടെ ഈ മാജിക് മസാല വെച്ചിട്ടുള്ള മാരിനേഷനും അതുപോലെ തന്നെ ബിരിയാണി മസാലയും ആഡ് ചെയ്തിട്ടുള്ള നമ്മുടെ ബിരിയാണിയാണ്. അപ്പോൾ ഇത് രണ്ടും കൂടിയുള്ള മസാല മാത്രമേ അതിൽ കയറാൻ പോകുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ആ കുക്കിങ്ങിൻ്റെ പാർട്ടിലേക്ക് പോവാം. ഇതൊന്ന് കാണിച്ചു തരാം. ഇതാണ് സാധനം കേട്ടോ, ഇതാണ് സാധനം. ഇതാ എംസാത്തി കണ്ടില്ലേ, അതിലിതാ ചിക്കൻ, ഫിഷ്, മീറ്റ് ഇതൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെ തന്നെ എല്ലാം ഇതിപ്പോൾ ഹണിയിൽ കോട്ട് ചെയ്ത ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ എല്ലാ മിക്സ് എല്ലാം അങ്ങനെ തന്നെ. ഇത് ബിരിയാണി ആയാലും ഇത് ഹോം മെയ്ഡ് എംസാത്തി കേട്ടോ. ഇത് നമ്മുടെ കോഴിക്കോട് ബേസ്ഡ് ആണ്. അപ്പോൾ കോഴിക്കോടൻ കുറേ ഉമ്മമാർ സ്ത്രീകൾ കൂടിയിട്ട് ഉണ്ടാക്കുന്ന ഒരു സംഭവം. ഇതെന്തായാലും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്തോ. അവർ കൊറിയറായിട്ട് ഇത് അയച്ചു തരും കേട്ടോ. നമ്മുടെ ആവശ്യപ്രകാരം എത്ര ക്വാണ്ടിറ്റി ആയാലും കൊറിയറായിട്ട് അയച്ചു തരും. വളരെ ചെറിയ റേറ്റേ ഉള്ളൂ, 135 അങ്ങനെയുള്ള ചെറിയ വിലയുള്ളൂ, 53 റുപ്യ. അങ്ങനെ പല സാധനങ്ങൾക്കും പല വിലയാണ്. ഇത് 70 റുപ്യ അങ്ങനെയൊക്കെ ഉള്ളൂ. അപ്പോൾ നമുക്ക് വളരെ റീസണബിൾ റേറ്റുമാണ്. ഓക്കെ, നമുക്കിനി കുക്കിങ്ങിൻ്റെ പാർട്ടിലേക്ക് പോവാം. നമ്മൾ ബിരിയാണിക്കുള്ള കോഴി എടുത്തിട്ടുണ്ട്. ഒരു കോഴിയിലാട്ടോ ഈ ബിരിയാണി. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ചെറിയ ഫാമിലി ഉള്ളവർക്കും ആക്കാൻ പറ്റുന്ന ബിരിയാണിയാണ്. ബിരിയാണി സൈസിൽ തന്നെ കട്ട് ചെയ്ത് വാങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഫസ്റ്റ് ചെയ്യേണ്ടത് നമ്മൾ ഉപ്പ് ഇട്ട് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു ഹാഫ് ലെമൺ എടുക്കുക, അതും പിഴിയുക ഇതിൻ്റെ മുകളിലേക്ക് മൊത്തം. ഇവിടെ ഒരു കുരു വീണിട്ടുണ്ട്, അതിനെടുക്കുക. 1-2 വീണിട്ടുണ്ട്. പിന്നെ അടുത്തത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഈ 3 കൂടിയുള്ള പേസ്റ്റാണ്. പച്ചമുളക് നിങ്ങളെ പിന്നെ ഈ സ്പൈസിക്ക് അനുസരിച്ച് ഇട്ടാൽ മതി. പിന്നെ ഇപ്പോൾ 1.5 ടേബിൾ സ്പൂണിൻ്റെ അടുത്താണ് ഇട്ടത്. ഇഞ്ചിയും വെളുത്തുള്ളി ഒരേ ക്വാണ്ടിറ്റി കേട്ടോ. അപ്പോൾ ഇത് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. അപ്പോൾ ഇത് തേച്ചിട്ട് ഒരു 15 മിനിറ്റ് വെക്കാം കേട്ടോ. 10 to 15 മിനിറ്റ് വരെ വെക്കാം. അതിനുശേഷം മാത്രമേ ബാക്കി മസാല ആഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇനി ഈ മാരിനേഷനിലേക്ക് നമ്മൾ ഇടാൻ പോകുന്നത് മസാല കേട്ടോ. ഇതാണ് എംസാത്തിൻ്റെ മാജിക് മസാല കേട്ടോ. ഇത് 2 ടേബിൾ സ്പൂണ് ഇടുകയാണേ. അപ്പോൾ 2 ടേബിൾ സ്പൂണാണ് ഞാൻ ഈ ഒരു കോഴിക്കുള്ള അളവ്. ഈ ഒരു കോഴി എന്ന് പറയുന്നത് ഏകദേശം 300 ഗ്രാമിൻ്റെ അടുത്ത് വരും. ഇനി ഇത് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്യുമ്പോൾ വെളിച്ചെണ്ണയും കൂടെ കൊടുക്കണം. 2-2.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ കൊടുക്കണേ. ഇനി ഇത് 2 മണിക്കൂർ മിനിമം വെക്കണം കേട്ടോ. ഈ മാരിനേറ്റ് ചെയ്തിട്ട് 2 മണിക്കൂർ വെക്കണം. അത് നിങ്ങൾ തലേന്ന് രാത്രി വെച്ചിട്ട് അടുത്ത ദിവസം ഉച്ചയ്ക്ക് മുമ്പായിട്ട് ഉപയോഗിച്ചാലും ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഉപയോഗിച്ചാലും കുഴപ്പമില്ല. ഫ്രീസറല്ല, താഴെ ഷില്ലറിലാണ്, ഫ്രിഡ്ജിൻ്റെ താഴെ. അപ്പോൾ ഇത് നമുക്കിനി 2 മണിക്കൂർ മിനിമം വെക്കണം. അതിന് ശേഷം ബാക്കിയുള്ള ഇതിലേക്ക് നീങ്ങാം. അപ്പോൾ നമുക്ക് അത് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ 2 ടേബിൾ സ്പൂണാണ് ഇട്ടത്, അത് 2.5 വരെ നിങ്ങൾക്ക് ഇടാം. എന്നുവെച്ചാൽ നിങ്ങളുടെ ഇതിനനുസരിച്ച് നിങ്ങൾക്ക് 2.5 ടേബിൾ സ്പൂൺ വരെ നിങ്ങൾക്ക് മസാല ഇടാം. അപ്പോൾ നമുക്കതിന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഓക്കെ, നമ്മളൊരു പാത്രം എടുത്തിട്ടുണ്ട്. പാത്രത്തിലേക്ക് നമുക്ക് ഗീ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഗീ
1.5-2 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് ഇട്ട് കൊടുക്കാം കേട്ടോ. അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക കുറച്ച്. ഇതിലേക്ക് ഒരു 3 പട്ട, കറാമ്പു, അത് ഒരു 8-10 ഉണ്ടാവും കേട്ടോ കറാമ്പു. ഒരു 5-8 ഏലക്കായി. ഇനി ഇതിലേക്ക് ഒരു 3 മീഡിയം സൈസ് ഉള്ളി നല്ല സ്ലൈസാക്കി അരിഞ്ഞത് കേട്ടോ, അത് ഇട്ട് കൊടുക്കാം. 3 മീഡിയം സൈസാണ്. ഇനി നന്നായി വാടട്ടെ, നന്നായി വാടി വരട്ടെ. ആ വാടി വരുന്നത് വരെ നമുക്കിത് ഒന്ന് മൊത്തം ഒന്ന് ഇളക്കാം. എന്നിട്ട് നന്നായി വാടാം. വേണമെങ്കിൽ ഉപ്പ് ഇട്ടെടുത്തോ, കുറച്ച് ഉപ്പിടാം. നന്നായി വാടട്ടെ. അപ്പോൾ ഉള്ളി നന്നായി വാടിക്കഴിഞ്ഞാൽ അതിലേക്ക് 1 ടേബിൾ സ്പൂണ് നമ്മുടെ ഇഞ്ചി ചതച്ചത്, നന്നായി ചതച്ചത്. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂണ് പിന്നെ വെളുത്തുള്ളി ചതച്ചത്. ഇനി ഇതിലേക്ക് പിന്നെ പച്ചമുളക് ചതച്ചത്. അത് പിന്നെ നിങ്ങളുടെ എരിവിനനുസരിച്ച് ഞാനിപ്പോൾ ഒരു 1.5 ടേബിൾ സ്പൂണിൻ്റെ അടുത്തുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. എല്ലാം നന്നായി മിക്സ് ചെയ്യാം. ഫ്ലെയിം ഒരു സ്ലോയിലാക്കണം. ഉള്ളി വാടിക്കഴിഞ്ഞ് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളി പച്ചമുളക് ഇട്ട സമയത്ത് ഒന്ന് തീ ഒന്ന് കുറച്ച് വെക്കണേ. ഉള്ളി നന്നായി വാടി വന്ന് കഴിഞ്ഞാൽ പിന്നെ തക്കാളി കേട്ടോ, ഞാൻ 5 തക്കാളി ഉണ്ട്. അതേ ഉള്ളിൻ്റെ അതേ വലിപ്പത്തിലുള്ള തക്കാളി തന്നെ എടുത്തിന് 5 എണ്ണം. ഉള്ളി ഞാൻ ശരിക്കും 4.5 ഉള്ളി അരിഞ്ഞിട്ടുണ്ട്. അതിൽ പിന്നെ ഇതിൽ 3 ഉള്ളി ഇട്ടിട്ടുള്ളൂ. 1.5 ഉള്ളി ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടിടും, അന്നേരം ഞാൻ കാണിച്ചു തരാം. ഇനി ഇത് നന്നായി തക്കാളി നന്നായി വാടി വരട്ടെ. ആ വാടി വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇപ്പുറത്തുനിന്ന് ചിക്കൻ ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ പിന്നെ ആ ഫ്രൈ ആക്കുന്നതിന് മുമ്പ് ഞാൻ ഇതൊന്ന് കാണിക്കാം. എന്നുവെച്ചാൽ തക്കാളി മുഴുവൻ വാടി വന്നില്ലേ, വാടി വന്നപ്പോൾ ഒരു 1/2 കപ്പിൻ്റെ അടുത്ത്, എന്നുവെച്ചാൽ 1/4 കപ്പിനും 1/2 കപ്പിൻ്റെ ഇടയിലായിട്ട് നിങ്ങളുടെ യോഗട്ട് കേട്ടോ, പിന്നെ പുളിയില്ലാത്ത തൈരാണ്, അത് ഇട്ട് കൊടുക്കുക. 3-1 എന്നുവെച്ചാൽ 3-1 അത്ര ഇടുന്നുണ്ട്. അത് നിങ്ങൾ പുളി ഉള്ളതാണെങ്കിൽ തക്കാളി നോക്കിയിട്ട് ഇടണം, തക്കാളീൻ്റെ പുളി നോക്കിയിട്ടിടണം. ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി പിന്നെ ഇതിലേക്ക് അതൊന്ന് മിക്സ് ചെയ്ത് ഫ്ലെയിം കുറച്ച് വെക്കണേ. ഇതിലേക്ക് നമ്മളെ ബിരിയാണി മസാല, Mzaathi ബിരിയാണി മസാല, ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. 1.5 ടീസ്പൂണാണ്, വേറെ ഒന്നും അതിൽ കയറുന്നില്ല. ഇത് നമ്മുടെ ഈ മസാല കയറുന്നുള്ളൂ. 1.5 ടീസ്പൂണിൻ്റെ അടുത്ത്. നിങ്ങളുടെ മസാലേൻ്റെ സ്ട്രോങ് അനുസരിച്ചിരിക്കും, അല്ല പിന്നെ നിങ്ങളുടെ ബാക്കിയുള്ള ക്വാണ്ടിറ്റികൾ അതിനനുസരിച്ച് കൂട്ടിക്കോളൂ കേട്ടോ. ഇനി ഇത് മിക്സ് ചെയ്യാം നന്നായിട്ട്. ഇതിന് ശേഷം നമ്മുടെ ഇത് ചിക്കൻ ഫ്രൈ ഇപ്പോൾ ഇപ്പുറത്തുനിന്ന് ഫ്രൈ ആകുമ്പോൾ അതെടുത്തിട്ട് ഇതിനകത്ത് ഡയറക്റ്റ് അന്നേരം തന്നെ ഇടലാണ് കേട്ടോ. അത് നമുക്ക് കാണിക്കാം. അതുവരെ ഇതിൻ്റെ ഫ്ലെയിം ഒന്ന് ജസ്റ്റ് ഒന്ന് കുറച്ച് വെക്കാം. ഇനി നമുക്ക് ആ ഫ്രൈ ചെയ്യുന്നൊന്ന് കാണാം. അപ്പോൾ നമുക്ക് നമ്മളെ കോഴി ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഡീപ് ഫ്രൈ കേട്ടോ. ഇതേ രീതിയിൽ മാരിനേഷൻ ഞാനിപ്പോൾ ഏകദേശം എൻ്റെ 3 മണിക്കൂറോളായി കേട്ടോ. അപ്പോൾ ആ രീതിയിൽ തന്നെ ആക്കിയിട്ട് എടുക്കണേ. നിങ്ങൾ അതിൽ കൂടുതൽ വെച്ചാൽ അത്രയും നല്ലത്. ഇപ്പോൾ അപ്പുറത്ത് നിന്നെല്ലാം എല്ലാവരും മണം അടിച്ചിട്ട് ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നിട്ട് എന്താ മണം, എന്താ ആക്കുന്നതെന്ന് വെച്ചിട്ട് കിട്ടില്ല മണം കേട്ടോ. അടിപൊളി സ്മെല്ലേ. ഈ ഫ്രൈ ചെയ്ത് വരുമ്പോൾ തന്നെ ഇട്ട ഒരു 2 മിനിറ്റ് കഴിഞ്ഞാൽ ഇങ്ങനെ അരോമ. ഇനിയിപ്പോൾ അപ്പുറത്തെ വീട്ടിൽ നിന്നല്ലേ ഇപ്പോൾ ആൾ വരുമെന്ന് അറിയില്ല. നോക്കാം, അടിപൊളി സ്മെല്ല്. ഇപ്പോൾ നമ്മൾ ഫ്രൈ ഓൾമോസ്റ്റ് എല്ലാം റെഡി. ഇനി ഇത് നേരെ ഡയറക്റ്റ് നമ്മുടെ ആ മസാലയിലേക്ക് ഇടലാണ് കേട്ടോ. ഏടി എടുത്തു വെക്കലല്ലേ. അപ്പോൾ സംഭവം റെഡി, ഇടാം. നമ്മൾ സംഭവം എത്തിയിരിക്കുന്നു. അടിപൊളി. ഇനി ഇതെല്ലാം ഇങ്ങനെ ഫ്രൈ ചെയ്തെല്ലാം ഇതിൻ്റെ ഒത്തേക്ക് എടുത്തിട്ടെ. അങ്ങനെ എല്ലാം ഫ്രൈ ചെയ്ത് എടുത്തിട്ട് ഇത് നമുക്കിങ്ങനെ മിക്സ് ചെയ്യണം മസാല. അപ്പോൾ ചിക്കൻ എല്ലാം ഇട്ട് എല്ലാം മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ പൊതിനയും മല്ലിയും രണ്ടും കൂടെ നമ്മുടെ ഇതൊരു കൈ ഫുള്ള് രണ്ടും കൂടെ പിന്നെ ഫുള്ള് ചതച്ചത് ഇടുക. അതോടൊപ്പം തന്നെ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞില്ല, 4.5 ഉള്ളിയിൽ 3 ഉള്ളി ഇട്ട് തന്നെ 1.5 ഉള്ളി എന്ത് ചെയ്തു നമ്മുടെ ഗോൾഡൻ ഇതാക്കിയിട്ട് എടുത്തിട്ടുണ്ട്, ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അത് മുഴുവനും അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിന് നന്നായി മിക്സ് ചെയ്യുക. ഫ്ലെയിം നന്നായി കുറച്ച് വെക്കണം. മിക്സ് ചെയ്തിട്ട് പിന്നെ മിക്സ് ചെയ്തതിന് ശേഷം ഒരു 2 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്താൽ മതി. അതിന് ശേഷം നമുക്കിതൊന്ന് ഇതിലേക്ക് നമ്മുടെ ചോറ് ആക്കി വെച്ച ചോറ് ഇതിലേക്ക് നമുക്ക് മിക്സ് ചെയ്യാം. അപ്പോൾ ചോറുണ്ടാക്കുന്ന വീഡിയോ നമുക്ക് കാണാം. ഇതൊന്ന് ഞാൻ ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് അടച്ചു വെക്കുന്നുണ്ട്. നമ്മളെ ചോറ് എല്ലാം റെഡി ആയിട്ട് ആ ചോറിൻ്റെ റെസിപ്പിൻ്റെ ഞാൻ ഒരുപാട് ബിരിയാണികൾ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ ആ ഒരുപാട് ബിരിയാണി ചെയ്തതിൽ അതിൻ്റെ ലിങ്ക് ഞാൻ പിന്നെ മറ്റൊരു വീഡിയോൻ്റെ ഇതിൽ ഞാൻ ഇടാം. പിന്നെ അപ്പോൾ നിങ്ങൾ അതിൽ നോക്കിയിട്ട് റൈസ് എങ്ങനെ ആക്കാത്തവർ അതുപോലെ നോക്കിയിട്ട് ആക്കാം. അപ്പോൾ ഞാനിതിലേക്ക് നമ്മളെ റൈസ് ഇട്ട് കൊടുക്കാണ് കേട്ടോ. ഞാൻ 1 ഗ്ലാസ്സിന് 1.5 എന്നുള്ള അളവിലാണ് പൊതുവേ ചെയ്യാറ്. എന്നുവെച്ചാൽ നമ്മുടെ ചെറിയ അരി, ജീരശാല അരി. അപ്പോൾ കുറച്ച് ചോറിടുക, അതിൻ്റെ ഇടയിൽ പിന്നെ കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ കുറച്ച് മല്ലിയിലയും പുതിനയിലും മിക്സ് ഉള്ളത് ഇട്ട് കൊടുക്കുക.
അപ്പോൾ റൈസ് നിങ്ങൾ പിന്നെ തെറ്റിപ്പോണ്ട, ഞാൻ പറഞ്ഞില്ല അതിൻ്റെ മുമ്പ് ഉണ്ടാക്കിയതിൻ്റെ ഞാൻ വീഡിയോൻ്റെ ലെങ്ത്ത് കൂടണ്ടെന്ന് വെച്ചിട്ടാണ് ഇതിൽ കാണിക്കാത്ത. എല്ലാത്തിലും ഒരുപോലെയുള്ള റൈസാണ്, അതുകൊണ്ട് ഇതിൽ കാണിക്കാത്ത. അപ്പോൾ അതിൻ്റെ ലിങ്ക് എൻ്റെ പിന്നെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും, മുമ്പ് ഉണ്ടാക്കിയ ബിരിയാണീൻ്റെ. അതേ ഇതിൽ ഫോളോ ചെയ്യുക, ബാക്കിയൊക്കെ സെയിമാണ്. ഇതേപോലെ ഇനി പിന്നെ ഇടയിലേനും നെയ്യ് ഇട്ട് കൊടുക്കുക, നമുക്ക് മല്ലിയില ഇട്ട് കൊടുക്കാം. അപ്പോൾ ഫൈനൽ നമ്മളെ മുകളിൽ ഇതാ നമ്മുടെ ഹോം മെയ്ഡ് എംസാത്തി ബിരിയാണി മസാല ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതാ അതൊന്ന് കുറച്ച് കൊടുക്കണം കേട്ടോ, ഇടയിൽ നിങ്ങൾ ഇതിൽ. അപ്പോൾ ഞാൻ മുമ്പ് ഉണ്ടാക്കുന്ന ബിരിയാണിയിലായാലും ഇത് തന്നെ നിങ്ങൾ ബിരിയാണി ആക്കുമ്പോൾ ഈ മസാല തന്നെ ഉപയോഗിക്കണം കേട്ടോ. എംസാത്തിൻ്റെ നമ്മുടെ മാജിക് മസാലയാണ് നമ്മുടെ ഫ്രൈ ചെയ്തിട്ട് വരുന്നത്, അതുപോലെ തന്നെ ബിരിയാണീൻ്റെ മസാലയും. എന്നാലും നമുക്ക് ആ ഒരു ഫ്ലേവറിൽ ഞാനിപ്പോൾ കഴിക്കുമ്പോൾ കിട്ടുന്ന ആ ഫ്ലേവർ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം, അതിൽ നമുക്ക് വരുള്ളൂ. അപ്പോൾ നമുക്കിതൊരു 20 മിനിറ്റ് ദമ്മാക്കി എടുക്കാം. ഇത് ഞാൻ മൂടി വെക്കുകയാണ്. അപ്പോൾ ഓക്കെ, നമുക്ക് 20 മിനിറ്റ് ഉണ്ട് കഴിക്കുന്നിടത്ത് വെച്ച് കാണാം. അപ്പോൾ ഓക്കെ, നമ്മളെ 20 മിനിറ്റ് കഴിഞ്ഞ് ഇത് ഓപ്പൺ ആക്കുകയാണ്. ഞാൻ തീയെല്ലാം ഓഫാക്കി. ഇനി ഇതെടുത്തിട്ട് നമുക്ക് പിന്നെ ദമ്മാക്കാം. ഞാൻ റൈസ് എടുത്തിട്ട് നമ്മുടെ വേറൊരു പാത്രത്തിലേക്ക് തട്ടുകയാണ്. കുറച്ച് സൈഡിൽ നിന്ന് ഇങ്ങനെ ഞാൻ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ അതേ മെത്തേഡ്. അപ്പോൾ ഇതാ നമ്മൾ ചിക്കൻ ഫ്രൈ ഒന്ന് ജസ്റ്റ് മാറ്റിയിട്ട് നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക്, ചോറിൻ്റെ മുകളിലേക്ക് തന്നെ ഇടുന്നു. ഇതാ മസാല കുറച്ച് എടുക്കുന്നു, എന്നിട്ട് അതിൽ മിക്സാക്കുന്ന ഞാൻ ഇപ്പോൾ ഒന്ന് കാണിക്കാം. ഇതാ ഓക്കെ, അതിന് മിക്സ് ആക്കട്ടെ. അപ്പോൾ ഇതാ ചോറിൻ്റെ മുകളിലേക്ക് നമ്മൾ മസാല ഇങ്ങനെ ഇത് ഇട്ടിട്ട് ഇങ്ങനെയുള്ള ഇതന്നെ എടുക്കണം കേട്ടോ. ഇങ്ങനെ ഇട്ടിട്ട് ഇതാ കണ്ടില്ല, അതാണ് അതിൻ്റെ മിക്സിങ്. ഇതാ കണ്ടില്ലേ, ഇങ്ങനെയാണ് മിക്സിങ് കേട്ടോ. എന്നിട്ട് ഇതിങ്ങനെ തട്ടൽ, അതാണ് മിക്സിങ്. അപ്പോഴാണ് നമ്മുടെ ബിരിയാണി കംപ്ലീറ്റ് ഒരു സെറ്റായി വരാം കേട്ടോ. ഇതേപോലെ ഇനിയും ചെയ്യാം. ഏതാ മോനെ മണം, അടിപൊളി മണം കേട്ടോ. സൂപ്പർ സാധനം, അടിപൊളി. ഇനി ഇത് കഴിച്ചിട്ട് ബാക്കി ഞാൻ പറയാം. നമ്മുടെ ബിരിയാണി ഓൾമോസ്റ്റ് ഇനിയും കുറച്ചും കൂടെ മസാല ഇട്ടിട്ട് സെറ്റാക്കട്ടെ. നമ്മളെ മസാലയിൽ ഇത് കണ്ടില്ലേ. അപ്പോൾ നിങ്ങൾ പിന്നെ മസാലയിൽ നമ്മൾ കോഴി ഫ്രൈ ചെയ്യുന്നുണ്ട്, വെള്ളം ഇത്തിരി കുറവായിരിക്കും. അപ്പോൾ നിങ്ങൾ കുറച്ച് അതിൻ്റെ ഇടയിൽ വെള്ളം ആവശ്യമുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കണം കേട്ടോ, ഓരോരാളെ ഇതിനനുസരിച്ച്. ഇതിപ്പം വെള്ളം ഉള്ളിൻ്റെ വെള്ളത്തിനനുസരിച്ച് ഇതിന് കുഴപ്പമുണ്ടായില്ല. എല്ലാവരും ഉള്ളിക്കും എപ്പോഴും ഒരേപോലെ വെള്ളം കിട്ടണമെന്നില്ല. നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഡ്രൈ വരുന്നുണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണേ. അപ്പോൾ നമ്മളെ ബിരിയാണി റെഡി. ഇനി ഞാൻ വിളമ്പിയിട്ട് ഇതിൻ്റെ കൂടെ ചിക്കൻ ഫ്രൈയും കൂടെ വെച്ചിട്ട് കഴിക്കാം. അപ്പോൾ ഓക്കെ, നമുക്ക് കഴിക്കാം. പിന്നെ നമ്മുടെ ബിരിയാണി എംസാത്തിൻ്റെ മസാല കൊണ്ട് ഉണ്ടാക്കിയ നല്ല ഫ്രൈഡ് ചിക്കൻ ബിരിയാണി. അപ്പോൾ ഇത് വേണ്ടവർ, ഈ മസാല വേണ്ടവർ എന്താ പറഞ്ഞാൽ അവരുടെ ഡീറ്റെയിൽസ്, അവരുടെ നമ്പർ ഇതൊക്കെ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യും. അതിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് എവിടെയെന്ന് വെച്ചാൽ അവർ കൊറിയർ ചെയ്തിട്ട് എത്തിച്ചേരും. അത് പിന്നെ അപ്പോൾ നിങ്ങൾക്ക് അവൈലബിലിറ്റി നിങ്ങൾക്ക് ഒരിക്കലും ഒരു വിഷയമല്ല. ഇന്ത്യയിലായാലും വെളിയിലായാലും എവിടെയായാലും അവർ എത്തിച്ചേരും. അപ്പോൾ ഞാൻ ഇതൊന്ന് കഴിക്കട്ടെ. നല്ല അരോമയായിരുന്നു കേട്ടോ, നല്ല സ്മെല്ലാണ്. അപ്പോൾ ഇത് പിന്നെ ഈ സാധനം നമുക്ക് ഈ ബിരിയാണിക്ക് വേണ്ടി മാത്രമല്ല, ആ മസാല എന്ന് പറയുന്നത് മാജിക് മസാല എന്ന് പറയുന്നത് ആ ചിക്കനിൽ ഫ്രൈ ചെയ്യാൻ വേണ്ടി ചെയ്ത മസാല എന്ന് പറഞ്ഞാൽ പല സാധനങ്ങൾക്കും ഇതിനും ഉപയോഗിക്കാം. കറികൾക്കായാലും എന്തിനായാലും നമുക്ക് അത് ഉപയോഗിക്കാൻ പറ്റുന്ന സാധനം. അപ്പോൾ ഞാനിതാ ഇത് കഴിക്കട്ടെ. അപ്പോൾ നമ്മളെ സാധനം മുന്നിൽ ഇതൊന്ന് കഴിക്കട്ടെ. ഇതെടുത്ത് നമ്മുടെ ബിരിയാണിയും കൂട്ടി പിടിച്ച് കണ്ടില്ലേ, മസാലയൊക്കെ അടിപൊളി, നല്ല സ്മെല്ലാണ് കേട്ടോ. സൂപ്പർ സാധനം. കാഷ്യൂവും ഫ്രൈഡ് ഓനിയനും നമ്മുടെ ചിക്കനും കൂടെ പിടിച്ചിട്ട് ഒന്നെടുത്ത് കഴിക്കട്ടെ. കൊതിമൂത്ത് നിൽക്കുക കേട്ടോ, കഴിക്കട്ടെ. അടിപൊളി ഫ്ലേവർ കേട്ടോ. ചിക്കൻ സെപ്പറേറ്റ് ഫ്ലേവർ, അതുപോലെ തന്നെ ബിരിയാണിൻ്റെ മസാല ആയിക്കോട്ടെ, ഔട്ട്സ്റ്റാൻഡിങ്. എൻ്റെ കൂടെ സാറിന് ബിരിയാണി എപ്പോഴും ഉണ്ടാക്കുമ്പോൾ റിവ്യൂ പറയാൻ ആരെങ്കിലും ഉണ്ടാവും. ആരും ഇല്ലാത്ത വലിയൊരു നഷ്ടമായിപ്പോയി കേട്ടോ. ആരെങ്കിലും എൻ്റെ അടുത്തുള്ളവരുണ്ടെങ്കിൽ എപ്പോഴും എന്നെ വിളിക്കുക, കോൺടാക്ട് ചെയ്യാൻ വരാം. ഇതും കൂടെ കഴിക്കട്ടെ. ചിക്കൻ ഇങ്ങനെ വരുന്നു, സൂപ്പർ ഫ്ലേവർ. എന്നുവെച്ചാൽ എല്ലാ ബ്ലണ്ടും ഉണ്ട് അതിൽ. എന്നുവെച്ചാൽ ഗരം മസാലൻ്റെ എല്ലാ ബ്ലണ്ടും അതിലേക്കുണ്ട്. അതുപോലെ തന്നെ ചിക്കൻ്റെ മാരിനേഷൻ ആയാലും അതേപോലെ തന്നെ നിങ്ങൾ ഇതേ മെത്തേഡ് തന്നെ ചെയ്തോ, അടിപൊളി. ആഹാ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യേണ്ട ഒരു സാധനം തന്നെ കേട്ടോ. എന്നുവെച്ചാൽ അവരുടെ ആ ഒരു ബ്ലെൻഡ് നമ്മുടെ ഒരു ഡിഫറെൻ്റ് അരോമയിലേക്ക് എത്തിക്കും. അപ്പോൾ ആ രീതിയിൽ തന്നെ ചെയ്യാം. ഞാൻ ഒന്നുകൂടെ പിടിക്കട്ടെ.
കയ്യിലിങ്ങനെ സാധാരണ ക്വാണ്ടിറ്റി എൻ്റെ ഇത്ര വരത്തില്ല. ഇത് കൂടുതൽ ക്വാണ്ടിറ്റി എടുത്തു എന്ന് അറിയാണ്ട്. നല്ല ഫ്ലേവർ. ആ ഫ്ലേവർ തന്നെ മെയിൻ. ഞാൻ മുമ്പ് ഇതേപോലെ ഫ്ലേവർ വന്നത് എനിക്ക് ലക്നവി ബിരിയാണിയിലാണ്. ഇതിലും അതേപോലെ നല്ല ഫ്ലേവർ, നല്ല മണം. അപ്പോൾ ഓക്കെ, എല്ലാവരും ഇതേപോലെ ട്രൈ ചെയ്യുക. ഈ 2 മസാലകൾ ഉപയോഗിച്ചിട്ട് തന്നെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു ഡിഫറെൻറ്റ് വേർഷൻ തന്നെ കിട്ടും. അപ്പോൾ ഞാൻ ഇന്നത്തെ എപ്പിസോഡ് ഇടുന്നു എല്ലാവരോടും ബൈ പറയാണ്, വൈൻഡപ്പ് പറയാണ്. അപ്പോൾ ഇതിൻ്റെ റൈസ് ഉണ്ടാക്കുന്ന ലിങ്ക് എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാകും. ഒന്നുകൂടെ ഞാൻ റിമൈൻഡ് ചെയ്യാണ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് വളരെ ഹാപ്പി മൊമെൻറ്റ്സ്. താങ്ക് യു വെരി മച്ച്. ബൈ.